ഇതിലെല്ലാവരും ഒന്നിച്ചു വെക്കണം. കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കേണ്ട കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു വെക്കണം. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഇതിപ്പോൾ രണ്ട് മലയാളി കന്യാസ്ത്രീകളായതുകൊണ്ടാണ് കേരളത്തിൽ ഇത് കൂടുതൽ അറിഞ്ഞത്. ഇത് അവിടെ നിത്യസംഭവമാണ്. ഒരു വർഷം മുമ്പ് അവിടെ ഭരണം നടത്തിയത് കോൺഗ്രസ്സാണ്. അന്ന് നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഈ സംഭവം ഉണ്ട്. അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണ്. വായ തുറന്നോ? ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്സിന് എന്താ മിണ്ടാത്തത്? കേരളത്തിലെ കോൺഗ്രസ്സിനൊരു നിലപാട്, ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്സിന് വേറൊരു നിലപാട്. അതുകൊണ്ട് കേരളത്തിൽ സ്ഥിരമായി വന്ന് ഇതിൽ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്ന ദേശീയ നേതാക്കന്മാർ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്സിനെ കൂടി ഒന്ന് ഉപദേശിക്കാൻ തയ്യാറാവണം. ആരെ ഈ നിയമം ഉണ്ടാക്കിയത്? ഛത്തീസ്ഗഡ് നേരത്തെ മധ്യപ്രദേശ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. അന്ന് വന്ന നിയമമാണ്. അതിനുശേഷം എത്രയോ കോൺഗ്രസ് സർക്കാരുകൾ അവിടെ ഭരിച്ചു. ഞങ്ങളെ സർക്കാർ അവിടെ ഉണ്ടായിട്ടില്ല. എത്രയോ കോൺഗ്രസ് സർക്കാരുകൾ ഭരിച്ചു. നിയമം മാറ്റിയോ? നിയമം മാറ്റിയില്ല. ഇക്കഴിഞ്ഞ ഒരു വർഷം മുമ്പുള്ള സർക്കാർ കോൺഗ്രസ് സർക്കാരാണ്. അന്നും ഇതുപോലെ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടില്ലേ? അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് മിണ്ടിയോ? അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു നിലപാട്, ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്സിന് വേറൊരു നിലപാട്, കേരളത്തിലെ BJPയിലെ ചില നേതാക്കന്മാർക്ക് ഒരു നിലപാട്, ഛത്തീസ്ഗഡിലെ BJPക്ക് ആകെ ഒരു നിലപാട്. ഇതെന്ത് രീതിയാണ്? ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ ഇടതുപക്ഷത്തിന്. ആ നിലപാട് ഞാൻ പൂർത്തീകരിക്കട്ടെ. ആ നിലപാട് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് ഇന്ത്യൻ മതനിരപേക്ഷതയെ ബാധിക്കുന്നതാണ്, ഭരണഘടനയെ ബാധിക്കുന്നതാണ്. ജയിലിനുള്ളിൽ കിടക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്, ഒരു കന്യാസ്ത്രീകൾ മാത്രമല്ല. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഓക്കെ.